ഫ്രണ്ട്സ്, വെൽക്കം ടു കുഡൂസ് ഫെസിറ്റ്സ് ഓഫ് ലൈഫ്. അപ്പോൾ ഇന്നത്തേത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഇരുമ്പം പുളി വെച്ചിട്ട് പുളിയിഞ്ചി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്നിവിടെ എടുത്തിട്ടുള്ള ഇരുമ്പം പുളി നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 20 to 25ഓളം ഇരുമ്പം പുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കതിൻ്റെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. അതിനുശേഷം വട്ടത്തിൽ അത്യാവശ്യം തീരെ നൈസ് ആവണ്ട, പക്ഷെ നല്ല കട്ടിയാവണ്ട, ആ ഒരു മീഡിയം ലെവലിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കണം റൗണ്ട് ഷേപ്പിൽ. അപ്പോൾ ഇതാ നമ്മൾ ഇരുമ്പം പുളി നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ അരി എടുത്തിട്ടുണ്ട്, പിന്നെ ഉലുവ, ജീരകം, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. അപ്പം നമുക്ക് ആദ്യം തന്നെ അരിയും ഉലുവയും ജീരകവും കൂടെ വറുത്ത് പൊടിച്ച് വെക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ നമ്മളൊരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഒരു അയൺ കടായോ എന്തെങ്കിലും എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം അരി ഇട്ട് കൊടുക്കുക. അരി ഒന്ന് വറുത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഉലുവയും ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുക. കാരണം അരി വറുത്ത് വരാൻ കുറച്ച് സമയം എടുക്കും, അതുകൊണ്ടാണ് നമ്മൾ ആദ്യം അരി ചേർക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്തത് തണിഞ്ഞതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു ചട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്ടിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയുക, ഒരു ടേസ്റ്റ് നമുക്ക് കൂടുതലായി തോന്നും. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിലേക്ക് ഇരുമ്പം പുളി ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇരുമ്പം പുളി മുങ്ങി കിടക്കുന്നതിന് പാകത്തിൽ വേണം നമ്മൾ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ഇവിടെ ഏകദേശം ഞങ്ങൾ ഒരു 4 എടുത്തിട്ടുണ്ട്. എരിവനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുത്തു. പിന്നെ വെളുത്തുള്ളി ഏകദേശം നമ്മളൊരു 4-5 എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി, ഏകദേശം 1 ടീസ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ടിത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം. ഇടയ്ക്കൊന്ന് തുറന്നു കൊടുത്ത് ഇളക്കി കൊടുക്കണം, കാരണം ഇത് നന്നായിട്ട് വറ്റി പോവാണ്ട് നോക്കണം. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇതാ ഇരുമ്പം പുളി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഉലുവ, അതേപോലെ ജീരകം, അരി. അപ്പോൾ ഇത് മൂന്നും കൂടെ വറുത്ത് പൊടിച്ചിട്ടുള്ള ആ പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം.
നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഒരാണി ശർക്കര ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നന്നായിട്ട് പിന്നെ ഒന്നുകൂടി നല്ലോണം യോജിപ്പിച്ചതിന് ശേഷം മധുരം പോരാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശർക്കരയും ചേർത്ത് കൊടുക്കാം, അതേപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി തിളപ്പിച്ചെടുത്തു. അപ്പോൾ ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്കിതിലേക്ക് താളിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കടുക് പൊട്ടിച്ചു. പിന്നെ അതിനുശേഷം അതിലേക്ക് ചെറിയുള്ളി, കറിവേപ്പില, വറ്റൽമുളക്, അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ലാസ്റ്റ് പുളിയിഞ്ചിയിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതാ നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സദ്യകളിലൊക്കെ എപ്പോഴും പ്രധാനമായിട്ടും കാണുന്ന ഒരു ഐറ്റമാണ് പുളിയിഞ്ചി. അപ്പോൾ നമുക്ക് പല വിധത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തത് ഇരുമ്പും പുളി വെച്ചിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.